ബെൽജിയത്തിലെ വളമെല്ലാം ഇറക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബെൽജിയത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെ വളമിറക്കിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സബോളയുടെ ഒരു വലിയ ഗോഡൗണിലാണ്. സബോള വളരെ വലുതായിട്ട് ശേഖരിച്ച് വെച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു വെയർ ഹൗസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മെക്കാനിസത്തിലൂടെയാണ് സബോള എൻ്റെ വണ്ടിയിലേക്ക് കയറുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ ഒരു വലിയ കൺവെയർ ബെൽറ്റുകളിലേക്ക് സബോളേനെ കൊണ്ട് അവർ ഒരു ചെറിയ ലോഡിംഗ് വണ്ടിയിൽ ലോഡറിൽ വീട്ടതിന് ശേഷം അത് ഈ കൺവെയറിലൂടെ എൻ്റെ വണ്ടിയുടെ ഉള്ളിലേക്ക് വീഴുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് അത് വാസ്തവത്തിൽ കൺവെയർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വലത്ത് സൈഡിലും ഇടത്ത് സൈഡിലുള്ളത് ഒരു ട്രാക്ടറിലേക്കും വലത്ത് സൈഡിലുള്ളതാണ് എൻ്റെ വണ്ടിയിലേക്ക് വീഴുന്നത്. അതിനകത്ത് വരുന്ന വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് നല്ല വേസ്റ്റ് സെപ്പറേറ്റ് ആയതിനു ശേഷം നല്ല സബോള എൻ്റെ വണ്ടിയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തുടർന്ന് താഴത്തേക്ക് നിങ്ങൾ അറ്റത്തേക്ക് നോക്കിയാൽ അവിടെ സബോളയുടെ വലിയ ശേഖരം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ലോഡർ വണ്ടിയുണ്ട്. അതിൻ്റെ അടുത്തേക്കൊക്കെ പോയി ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. ഈ 2 കൺവെയറിനകത്ത് നിങ്ങൾ കാണാൻ ട്രാക്ടറിനകത്തേക്ക് വീഴുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അത് വേസ്റ്റ് മാത്രമാണ്. അതിൽ സബോള ഇല്ല. ഇതിനകത്തുള്ള അവശിഷ്ടങ്ങളും വേസ്റ്റുകളും മാത്രമാണ് രണ്ടാമത്തെ കൺവെയറിൽ വീഴുന്നത്. ഇതിനകത്തിങ്ങനെ വണ്ടിക്കകത്ത് ഒരു കൂന പോലെ വീണതിന് ശേഷം അത് ഡിസൈഡ് ആയിട്ടുള്ളൊരു ഹൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ വണ്ടി മുമ്പിലോട്ടും പുറകോട്ടും ഇറക്കി അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന മെഷീനിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വണ്ടിയിൽ ക്രമം നിറയ്ക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സബോള കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. വളരെ ഒരു വലിയ ഗോഡൗണാണിത്. ഈ ലോഡറിൽ അവർ കോരി അത് യഥാക്രമം നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. ഈ കൺവെയർ ബെൽറ്റ് ഘടിപ്പിച്ചിരിക്കുന്ന വണ്ടിയിലേക്കാണ് അവർ കൊണ്ടിടുന്നത്. അത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ വലത്തുവശത്തും ഇടത്ത് വശത്തും ചെറിയ കൺവെയറുകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ലോഡർ. ഈ ലോഡറിലാണ് അവർ ഈ കൺവെയറിലേക്ക് കൊണ്ട് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള ലോഡറിൽ തന്നെയാണ് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാറ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതുപോലെ ഇതിനകത്തുള്ള പൊടിയും അവശിഷ്ടങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മെക്കാനിസം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേസ്റ്റ് സാധനങ്ങൾ ലോഡാകില്ല എന്നൊരു ഗുണം ഇതിനകത്തുണ്ട്. പൊതുവേ സബോളയിൽ നമുക്കറിയാലോ, അതിൻ്റെ പുറമേയുള്ള തൊലി ഒരു വേസ്റ്റാണ്. അതിങ്ങനെയുള്ള ലോഡിങ് അൺലോഡിങ്ങിലൊക്കെ ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് സാധനം ദൂരത്തേക്കൊക്കെ അയക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ഈ മെഷീനിൽ ഈ കൺവെയർ ബെൽറ്റിൽ നിങ്ങൾക്ക് താഴെ ടയറുകൾ കാണാം. വലത്തോട്ടോ ഇടത്തോട്ടോ നീക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ലോഡിങ് നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനകരമായിരിക്കുന്നൊരു സാധനമാണ്. ഒരു വലിയ വെയർ ഹൗസാണിത്. എല്ലാ വശങ്ങളിലും പ്രകാശമൊക്കെ നൽകി തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാനും ഇടപെടാനൊക്കെ സാധിക്കുന്ന രീതിയിലാണ് ഇവരിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു മെഷീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു മെഷീൻ ഞാൻ ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ പല ലോഡിംഗ് സെൻറ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു രീതി കണ്ടിട്ടില്ല. ഈ കാണുന്ന താഴേക്കട പോയിക്കുന്നതാണ് ഇതിൻ്റെ സപ്ലൈ ലൈൻ. ഈ സപ്ലൈ ലൈൻ നിങ്ങൾക്ക് കാണാം, കറണ്ടിലാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നത്. അതിനുള്ള സപ്ലൈ യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ മെഷീൻ ഏറെക്കുറെ 400 വോൾട്ട് AC കറണ്ടിലാണിത് പ്രവർത്തിക്കുന്നത്. 400 വോൾട്ട് AC കറണ്ടാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. കാണാം, ഇതിൻ്റെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കമ്പനിയുടെ പേരും അതിൻ്റെ മോഡലും ഒക്കെയാണ് ഇതിൻ്റെ സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ലോഡിംഗ് ഒക്കെ പൂർത്തിയായി. തുടർന്ന് വാഹനവുമായിട്ട് പുറത്തെത്തിയതിന് ശേഷമാണ് ക്ലയൻറ്റ് നമ്മുടെ അടുത്തൊരു ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് പുറത്ത് പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഒതുക്കിയതിന് ശേഷം ഇപ്രകാരം വണ്ടിയുടെ മുകളിൽ കയറി ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവർക്കത് അയച്ചു കൊടുക്കാനാണ് ഇതുപോലെ വണ്ടിയുടെ മുകളിൽ ഇപ്പോൾ കയറിയത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നിങ്ങളെ വീണ്ടും കാണാം. അപ്പോഴേക്കും വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.